സാറേ, ഇസ്മയിൽ ഹനിയെ കൊല്ലപ്പെട്ടതാണ് 2 ദിവസം കൊണ്ട് വാർത്താ മാധ്യമങ്ങൾ. ഹമാസ് തലവൻ കൊല്ലപ്പെട്ട മാധ്യമങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്നു. പല കഥകൾ, ഉപകഥകൾ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേൾക്കുന്നു ആ കൊലപാതകത്തിന് മുന്നിൽ ഒരു ഇന്ത്യക്കാരൻ്റെ കൈയുണ്ടെന്ന്. ഏതോ വിദേശ മാധ്യമങ്ങൾ വന്നെന്നാണ് കേട്ടോ. എന്തെങ്കിലും വാസ്തവമുണ്ട് സാറേ? ഇത് തുർക്കിയിലെ മാധ്യമങ്ങൾ പറഞ്ഞതാണ്. കാരണം പലപ്പോഴും തുർക്കി മാധ്യമങ്ങൾ ഇസ്രയേൽ അല്ലെങ്കിൽ ഇന്ത്യ എന്നൊക്കെ പല ഘട്ടങ്ങളിലും പറയാറുണ്ട്. തുർക്കി മാധ്യമങ്ങൾ പറഞ്ഞത് അസംബന്ധമാണ്. പക്ഷെ മൊസാദ് ഏജൻ്റായിരുന്ന ആൾ, ഇസ്മയിൽ ഹനിയെ വധിച്ച ആള് ഒരു ഇന്ത്യക്കാരനാണെന്നും അയാളുടെ പേര് അമിത് നാഗേഷ് എന്നാണെന്നും തുർക്കിയിലെ പ്രധാന മാധ്യമങ്ങളിലൊക്കെ വന്നു. അപ്പോൾ ഇസ്രയേലിലെ സാമൂഹ്യ മാധ്യമങ്ങൾ ഇതൊക്കെ എടുത്തിട്ട് എന്നാൽ പിന്നെ തുർക്കി മാധ്യമങ്ങൾ കുറച്ചും കൂടി അസംബന്ധം എഴുതിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ കൂടുതൽ വ്യാജമായ കുറേ സാമൂഹ്യ മാധ്യമ പോസ്റ്റുകളൊക്കെ ജൂതന്മാരും സൃഷ്ടിക്കാൻ തുടങ്ങി. അത് അവരെ ഏറ്റെടുത്ത് ഉണ്ടാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇത് ഹീബ്രുവില് ഹമിത് നാഗേഷ് എന്ന് പറഞ്ഞാൽ അസാസിൻ, അതായത് കൊലയാളി എന്നാണ് അർത്ഥം. കൊലയാളി എന്നുള്ളതിന് സമാനമായ ഹീബ്രു, ഇസ്രയേലിലെ ഭാഷയായിട്ടുള്ള ഹീബ്രുവില് ഹമിത് നാഗേഷ്, അപ്പോൾ ഹമിത് നാഗേഷ് എന്ന് പറഞ്ഞാൽ കൊലപ്പുള്ളി, കൊലയാളി എന്നാണ് അർത്ഥം. അപ്പോൾ എവിടെയെങ്കിലും തുർക്കിക്കാർ ഇസ്രയേലിലെ ഈ അസാസിൻ മറ്റേ എന്നുള്ളത് ഹമിത് നാഗേഷ് എന്ന് വായിച്ചിട്ട് അതൊരു ഇന്ത്യക്കാരൻ്റെ പേരാണ്. നാഗേഷും ഉണ്ട്, അമിതും ഉണ്ടല്ലോ ധാരാളം. അത് ഇന്ത്യക്കാരനാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ട്, ഒരു വാക്ക് തെറ്റിദ്ധരിച്ചിട്ട് ചെയ്തു പോയ ഈ മണ്ടത്തരമാകാം എന്നാണ് ഊഹിക്കുന്നത്. ഈ ഉസാഖ് ഒല്ലെ എന്ന് പറഞ്ഞ തുർക്കി പത്രം ഈ ഇന്ത്യക്കാരൻ്റേത് എന്ന് പറഞ്ഞിട്ട് ഒരു ജീവചരിത്ര കുറിപ്പും പ്രസിദ്ധീകരിച്ചിരുന്നു. അത് ശരി. പക്ഷേ ഇന്ന സ്ഥലത്താണ് ജനിച്ചത് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ത്യക്കാരനാണ്, അയാൾ മൊസാദിൻ്റെ ഏജൻ്റാണ് എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മുൻ ഈ ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സസ് ഉദ്യോഗസ്ഥനാണ്, IDF എന്നൊക്കെ അതിൻ്റെ അകത്ത് പറഞ്ഞിരുന്നു. ആഗ്ദനിസ് ജെറാക് ഗസറ്റേസി എന്ന് പറഞ്ഞ പ്രസിദ്ധീകരണം പട്ടാളത്തിൽ ജോലി ചെയ്ത ശേഷം ഈ അമിത് നാഗേഷ് മൊസാദിൽ ചേരുകയായിരുന്നു എന്ന് എഴുതി. ആദ്യം അങ്ങനെയൊക്കെ ആയിരിക്കണമല്ലോ. അതെ, ഒരു ചാരനാണ്, കൊലപ്പുള്ളിയൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ നിന്ന് പോയിട്ട് അവിടെ പട്ടാളത്തിൽ ചേർന്നിട്ട് പിന്നെ ചാരനായിട്ട്. ഇവിടെയും പല പത്രപ്രവർത്തകരുടെയും ഭാവനാവിലാസം ഒട്ടും മോശമല്ല, ചാരക്കേസ് കാലത്തെയൊക്കെ പോലെ. അപ്പോൾ അങ്ങനെ അവരെഴുതി ഇയാൾ ഇന്ത്യൻ ജൂതനാണ് എന്നും പറഞ്ഞിരുന്നു. ഇന്ത്യയിൽ ജനിച്ച ജൂതനാണ്. ഇവിടെ പല സ്ഥലത്തും ജൂതന്മാരുണ്ടല്ലോ, കൊൽക്കത്ത, കൊച്ചി, ചെന്നൈ, അങ്ങനെ പല സ്ഥലത്തും മുംബൈ, അങ്ങനെ പല സ്ഥലത്തും ജൂത കോൺസെൻട്രേഷൻ ഒരു കാലത്ത് ഉണ്ടായിരുന്നതാണ്. കാരണം അവർ സ്പെയിനിൽ നിന്നും ഇസ്രയേലിൽ പല സ്ഥലത്തു നിന്നുമൊക്കെ അവർക്ക് പലായനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അവിടുത്തെ പെർസിക്യൂഷൻ, പീഡനം, മതവിചാരണയുടെ ഒക്കെ കാലത്തൊക്കെ ധാരാളം പേർക്ക് വന്നിട്ടുണ്ട്. ഇവിടെ 15-ാം നൂറ്റാണ്ടിൽ തന്നെ കേരളത്തിൽ കൊടുങ്ങല്ലൂരിൽ വന്നിട്ടുണ്ട്. കൊടുങ്ങല്ലൂരിൽ ജൂതന്മാരുടെ ഒരു കൂട്ടക്കൊല തന്നെ നടന്നിട്ടുണ്ട്. അത് ഇവിടെ ചരിത്രത്തിൽ അധികം രേഖപ്പെടുത്താതെ പോയതാണ്, അധികം അറിയാത്തൊരു സാധനമാണ്, പോർച്ചുഗീസുകാർ. അത് കഴിഞ്ഞിട്ടാണ് അവർ ഈ മട്ടാഞ്ചേരിയിലെ കൊച്ചങ്ങാടിയിലേക്കൊക്കെ വരുന്നത്. അങ്ങനെ കൊച്ചങ്ങാടിയിലേക്ക് വന്നവരെയാണ് ഈ കോച്ച എന്ന് പറഞ്ഞിരുന്നത്, ഈ കൊച്ചിയിൽ ജീവിച്ചവരെ. അപ്പോൾ ജൂതന്മാർ പല സ്ഥലത്തും ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഒരു ഇന്ത്യൻ ജൂതൻ, പക്ഷേ ഇപ്പോൾ അവരുടെ എണ്ണമൊക്കെ വളരെ കുറവാണ്. 4800 പേരോ മറ്റോ ഉള്ളൂ ഇപ്പം ഇന്ത്യയിൽ ജൂതന്മാർ. എല്ലാവരും ഒരു കാലത്ത് തിരിച്ചു പോയി അങ്ങോട്ട്, സ്വാതന്ത്ര്യത്തിന് ശേഷം. അവർക്ക് അങ്ങോട്ട് പോകാൻ ആഗ്രഹമാണ് അല്ലേ, സ്വന്തം നാട്ടിലേക്ക് പോകാൻ. നാടാണ്. ഞാൻ ഇസ്രയേലിൽ പോയപ്പോൾ ഇവിടുന്ന്
നമ്മുടെ മാർക്കറ്റ് റോഡിലും ഒക്കെ താമസിച്ചിരുന്ന ചില മലയാളികളായ ഏതാനും പേരെയും അവിടെ കാണുമൊക്കെ ഉണ്ടായിരുന്നു. അവർ ഈ ഫാമിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നീട് തുർക്കി മാധ്യമങ്ങൾ ഇത് അസംബന്ധമാണെന്ന് തോന്നിയിട്ട് ഇത് കുറേയൊക്കെ നീക്കി കളയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ തുർക്കി ഇങ്ങനൊരു മണ്ടത്തരം ചെയ്തത് അറിഞ്ഞിട്ട് ഒരു ജൂതനായ ഇസ്രയേലിലൊരു വിദ്വാൻ എക്സിലൊരു അക്കൗണ്ട് തുടങ്ങി, അമിത് നാഗേഷ് എന്നുള്ള പേരിൽ. ഇന്ന് തുടങ്ങിയിട്ട് അതിൽ പറഞ്ഞു, ഞാനാണ് നാഗേഷ്, ഞാനാണ് അമിത് നാഗേഷ്. എന്നിട്ട് അദ്ദേഹം ആ മണ്ടത്തരത്തിനെ കുത്തുന്ന വിധത്തിൽ പറഞ്ഞു, ഹെലികോപ്റ്റർ എന്ന വിമാനത്തിൻ്റെ പൈലറ്റിൻ്റെ സുഹൃത്താണ് ഞാൻ എന്ന് പറഞ്ഞു. അതായത് ഹെലികോപ്റ്റർ എന്നുള്ളത് ELI എന്ന് എഴുതി അദ്ദേഹം, എലി. എന്നിട്ട് കോപ്റ്ററിൻ്റെ C ക്യാപിറ്റലാക്കി, ഒരു പേര് പോലെ 2 ഭാഗങ്ങളിലൊരു പേര്, ഹെലികോപ്റ്റർ പൈലറ്റിൻ്റെ സുഹൃത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞാലും ഇത് വേറൊരു രാജ്യത്ത് നിന്നുള്ള ആളാണെന്ന് തെറ്റിദ്ധരിക്കുന്നവരാണ് തുർക്കിക്കാരും മണ്ടന്മാരാണെന്ന് വരുത്താൻ വേണ്ടി ചെയ്തതാണ്. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സിയുടെ മരണം നടന്ന കാലത്തും ഇതുപോലെ ധാരാളം കിംവദന്തികൾ തുർക്കി മാധ്യമങ്ങളൊക്കെ പ്രചരിപ്പിച്ചിരുന്നു. അവിടുത്തെ വിദേശകാര്യമന്ത്രി ഹൊസൈൻ അമീർ അബ്ദുള്ള ഹിയാൻ ഇങ്ങനത്തെ പല കാര്യങ്ങളൊക്കെ പറഞ്ഞതായിട്ടുമൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ കൊലപാതകത്തിനെ പറ്റി തന്നെ പലതരം തിയറികളൊക്കെ വന്നതായിട്ടൊക്കെ നമുക്കറിയാം. ഇപ്പോൾ 2 പത്രങ്ങൾ, മറ്റേ ന്യൂയോർക്ക് ടൈംസ് ഇത് 2 മാസം മുമ്പ് ഈ റെയ്സി പ്രസിഡന്റ് കൊല്ലപ്പെട്ട് കഴിഞ്ഞിട്ട് ഈ ഹാനിയെ അന്ന് ആ ശവമടക്കിന് പോയിരുന്നതാണ് അവിടെ. അന്നും പോയിരുന്നു അല്ലേ? അന്നും പോയിരുന്നതാണ്. അപ്പോൾ ആ കാലത്ത് വെച്ച അതാണ് ഈ 2 മാസത്തിന്റെ കാര്യം പറയുന്നത്. അന്ന് ഗസ്റ്റ് ഹൗസിൽ കൊല്ലാൻ പറ്റിയില്ല. അപ്പൊ അന്ന് വെച്ച ബോംബാണ്. അന്ന് പക്ഷെ എന്തോ ഭയങ്കര ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് വെച്ചതാണ്. അപ്പോൾ ടെലഗ്രാഫ് എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് പത്രം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, 2 മാസം മുമ്പ് ഇത് ചെയ്യാൻ പറ്റിയില്ല, ആൾക്കൂട്ടം ഉണ്ടായിരുന്നു ആ ഗസ്റ്റ് ഹൗസിൽ. അതുകൊണ്ട് ടെലഗ്രാഫ് പത്രം പറയുന്നത് പല ഇതിൻ്റെ എന്തോ വീഡിയോസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു മുറിയിൽ നിന്ന് വേറൊരു മുറിയിലേക്കൊക്കെ ഏജന്റുമാർ, ഇറാനിൽ തന്നെയുള്ള ഏജന്റുമാരാണ്, അവർ പതുങ്ങി ഒരു മുറിയിൽ നിന്ന് വേറൊരു മുറിയിലേക്ക് പോകുന്ന ചിത്രങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ ലണ്ടനിലെ ടെലഗ്രാഫ് പത്രവും ചില ആളുകളൊക്കെ കോട്ട് ചെയ്തിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മൊസാദ് ശരിക്കും ഇറാനിലെ സൈന്യത്തിൽ അല്ലെ ഈ പിന്നെ സെക്യൂരിറ്റി വിങ്ങിന്ന് ആളുകളെ വാടകയ്ക്ക് എടുത്തതായിരിക്കും അല്ലേ? പൈസ കൊടുത്ത് വാങ്ങിയതാകും, അങ്ങനെ ഒരു സാധ്യതയില്ലേ? അങ്ങനെയുണ്ട്, അങ്ങനെ ടെലഗ്രാഫ് റിപ്പോർട്ടിലുണ്ട്. നമ്മൾ നേരത്തെ തന്നെ ഒരു ചർച്ചയിൽ പറഞ്ഞിരുന്നതാണ്, അവിടെ പല ഓപ്പറേഷൻസും ഇസ്രയേൽ നടത്തുന്നത് അവിടെ നിന്നുള്ള ആളുകളെ വാടകയ്ക്കെടുത്തും പണം ഓഫർ ചെയ്തു ഒക്കെയാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് 1967 തന്നെ MiG-21 വിമാനം ഒരെണ്ണം ഇറാഖിൽ നിന്ന് ഇതെന്താണെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണം തട്ടിയെടുത്ത് തന്നെ ഒരു എയർഫോഴ്സ് പൈലറ്റിനെ ചാക്കിട്ടിട്ടാണ്. ആ പൈലറ്റ് മുനീർ. അങ്ങനെയുള്ള അപ്പോൾ ഈ മൊസാദ് എന്ന് പറയുന്ന സംഘടന മീൻസ് ഈ അവരുടെ ഏജൻസി ഒരാളെ ലക്ഷ്യമിട്ടാൽ അയാളെ കൊല്ലുന്നത് വരെ അവരെ ഫോളോ ചെയ്യുന്നു അല്ലേ? എങ്ങനെയെങ്കിലും കിട്ടുന്ന എങ്ങനെയെങ്കിലും ചെയ്യും അവർ. അതിൻ്റെ ഇടയ്ക്ക് ഒരു ചാവേറായാലും അവർ തന്നെ മരിച്ചു പോയാലും അതിനൊക്കെ സാധ്യതയുണ്ട്. കാരണം ആ MiG-21 ഓപ്പറേഷനിൽ തന്നെ ആദ്യം ഈജിപ്തിലും ഇറാനിലും ഒക്കെ നടത്തിയ ഓപ്പറേഷൻ വിജയിച്ചിരുന്നില്ല. ഈ പൈലറ്റുമാർ ചാക്കിടാനുള്ള നടന്നില്ല. അങ്ങനെ ചാക്കിടാനായിട്ട് ഒരാൾ നടന്നു കഴിഞ്ഞപ്പോൾ ജീൻ തോമസ് എന്ന് പറഞ്ഞ ആള്, മൊസാദിൻ്റെ ഏജന്റ്, നടന്നപ്പോൾ അയാളെ ഈജിപ്ത് പിടികൂടി കൊല്ലുക ചെയ്തത്, തൂക്കിക്കൊല്ലുക ചെയ്തത് അവിടെ തന്നെ. അപ്പം അങ്ങനെയുമൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് സംഭവിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ അവർ ലക്ഷ്യം സാധിക്കും.
പക്ഷേ ഇപ്പോൾ എന്തായാലും ഈ തുർക്കി മാധ്യമങ്ങൾ, ഇപ്പോൾ മാധ്യമങ്ങൾ എന്നല്ലേ സാർ പറഞ്ഞത്, എന്ന് വെച്ചാൽ ഒരു മാധ്യമമല്ല, പ്രധാനപ്പെട്ട പത്രം ഉൾപ്പെടെ നിരവധി മാധ്യമങ്ങൾ ഇത് വരുന്നു, അവിടുത്തെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വരുന്നു. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആരോപണത്തിൻ്റെ മുന നീടുമോ? ശരിക്കും ഒരു ഇന്ത്യക്കാരനുണ്ടാവുമോ ഇനി? അതൊക്കെ അസംബന്ധം. അത് നമ്മളെക്കാൾ ഇത് കാര്യങ്ങളിലും മിടുക്കവർക്കുണ്ട്. മാത്രമല്ല നമ്മുടെ ഇവിടെ നിന്ന് ചില ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് ഈ മണിപ്പൂരിലോ ആ ഭാഗത്തൊക്കെ നോർത്ത് ഈസ്റ്റിൽ ഈ പഴയൊരു ജൂതവംശത്തിൽ നിന്ന് കുറേ പേര് കുടിയേറി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് കുറേ ആളുകളെ ഇന്ത്യൻ അവിടെ ഗോത്രം ആദ്യകാല ജൂത ഗോത്രത്തിൽപ്പെട്ടവർ തന്നെ. അപ്പോൾ അങ്ങനെ കുറേ ആളുകൾ അവിടെ ചില ജില്ലകളിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ചില ആളുകളെയൊക്കെ മുമ്പ് അങ്ങോട്ട് കുടിയേറാനായിട്ട് ജോലിയൊക്കെ കൊടുത്തു കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ അവർക്കൊക്കെ ചെറിയ ചെറിയ ജോലിയൊക്കെയാണ് കിട്ടിയത്. മാത്രമല്ല, ഈ ഇസ്രയേൽ ബോംബിടുന്ന പ്രദേശങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇസ്രയേലിൻ്റെ കയ്യിൽ തന്നെയുള്ള ഈ ഗാസയൊക്കെ പോലെയുള്ള അവിടെയൊക്കെയാണ് അവർക്ക് ജോലി കൊടുത്തത് എന്നൊക്കെ റിപ്പോർട്ടുകളിൽ കാണാം. അതല്ലാതെ ഒരു വലിയ പൊസിഷൻസിലൊന്നും അവിടെ അങ്ങനെ ഇന്ത്യക്കാരില്ല. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ പറയുന്ന ഹനിയയുടെ വധവുമായി ബന്ധപ്പെട്ട് ഇനിയും കൂടുതൽ കഥകളും ഊഹാപോഹങ്ങളൊക്കെ പ്രചരിക്കുക അല്ലേ? തുർക്കി പറഞ്ഞത് സമ്പൂർണ്ണ സംബന്ധമായിരുന്നു. ഒരു കൗതുകത്തിന് വേണ്ടി നമുക്കിത് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാം. തുർക്കിയിലാണെങ്കിൽ എർദോഗൻ മറ്റേ ഏകാധിപതിയാണ്. അങ്ങേര് പറയുന്നത് അവിടെ നടക്കൂ. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള കഥകൾ കേൾക്കാം. തുർക്കിയുടെ എംബസിയിൽ വെച്ച് മുമ്പ് ഖഷോഗി എന്ന് പറഞ്ഞിട്ടൊരു സൗദി പത്രപ്രവർത്തകനെ, അമേരിക്കൻ പത്രത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്, ഈ ചുട്ടുകൊന്ന ഒരു കഥയുമുണ്ടല്ലോ. അപ്പം തുർക്കി എന്തായാലും, മാത്രമല്ല തുർക്കി കഴിഞ്ഞ ദിവസം വേറൊരു മണ്ടത്തരം ചെയ്തു. ഈ ഇസ്രയേലിൻ്റെ അകത്ത് ടെല്ലവീവിലുള്ള തുർക്കി എംബസി, ആ എംബസിയിൽ പതാക താഴ്ത്തി കെട്ടി, പകുതി താഴ്ത്തി കെട്ടിയവര്. അന്ന് അവര് നിങ്ങളുടെ രാജ്യത്ത് വെച്ച് ചെയ്യാനൊക്കെ പറഞ്ഞു. അപ്പോ മറ്റേ മന്ത്രി, ഇവിടുത്തെ വിദേശകാര്യമന്ത്രി, ഇസ്രയേലിന്റെ വിദേശകാര്യമന്ത്രി ഉപസ്ഥാനപതിയെ, തുർക്കിയുടെ ഉപസ്ഥാനപതിയെ വിളിച്ചിട്ട് ശകാരിച്ചു. നിങ്ങൾക്ക് ആനിയയുടെ വാദത്തിൽ ദുഃഖം ഉണ്ടെങ്കിൽ അത് തുർക്കിയിൽ പോയിട്ട് തീർത്താൽ മതി, ഇവിടെ വേണ്ട എന്ന് കർശനമായിട്ട് പറഞ്ഞു. എന്നാലും അങ്ങനെ അവരവിടെ താഴ്ത്തിക്കെട്ടി ആനിയയുടെ മരണത്തിലുള്ള ദുഃഖം അവിടെ തന്നെ പ്രകടിപ്പിച്ചു. ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. സാധാരണ ഓരോ രാജ്യത്തിലെ എംബസി എന്ന് പറഞ്ഞാൽ അവരുടെ സ്ഥലമായിട്ടാണ് കരുതുക. പ്രോട്ടോക്കോളും കാര്യങ്ങളൊക്കെ അങ്ങനെയാ. എന്നും പറഞ്ഞിട്ട് വേറൊരു രാജ്യത്ത് എന്തും വൃത്തികേടും കാണിക്കാൻ പറ്റുമോ? അങ്ങനെയും ചെയ്തു. അപ്പോൾ എന്തായാലും ഈ മാധ്യമങ്ങളിൽ വന്ന വാർത്ത നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെച്ചു എന്നേ ഉള്ളൂ. അതിനകത്ത് വാസ്തവൊന്നും ഉണ്ടാകണമെന്നില്ല അല്ലേ? ഇല്ല, അതിൽ അസംബന്ധമാണ്. അസംബന്ധമായതുകൊണ്ടുള്ള കൗതുകം കൊണ്ട് പങ്കുവെക്കുന്നതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.